Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Pioneer, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ പൂർത്തിയായിരിക്കുകയാണ്. വിവിധ പഞ്ചായത്തുകളിലേക്കുള്ള EVM മെഷീനുകളുടെ പരിശോധന മാടായി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തി. കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി അനൂജ് പൽവാൾ, അഡീഷണൽ SP KS ഷാജി, പയ്യന്നൂർ DYSP K വിനോദ് കുമാർ എന്നിവർ സ്ഥലത്തെത്തി സുരക്ഷ ഉറപ്പാക്കി. പരിശോധന കഴിഞ്ഞ EVM മെഷീനുകൾ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവ തിരഞ്ഞെടുപ്പിന് മുൻദിവസം വിതരണം ചെയ്യുമെന്ന് റിട്ടേണിംഗ് ഓഫീസർ P രേണു അറിയിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ 142 വാർഡിലേക്കുള്ള EVM കമ്മീഷനിങ്ങാണ് ഇന്നിവിടെ നടന്നു വരുന്നത്. ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തിന്റെ കമ്മീഷനിങ്ങാണ്. അതിന്ന് എല്ലാത്തിൻ്റെയും മുന്നേ തന്നെ പൂർത്തിയാവുന്നതാണ്. ഇനിയുള്ള നടപടികൾ എങ്ങനെയായിരിക്കും? എപ്പോഴായിരിക്കും EVM മെഷീൻ 10-ാം തീയതിയാണ് നമ്മൾ വിതരണം ചെയ്യുന്നത്. രാവിലെ 8 മണി മുതൽ അത് കോളിംഗ് ഓഫീസിൽ വിതരണം ചെയ്ത് അതത് ബൂത്തിലേക്ക് അത് കൊണ്ടുവരുന്നത്. അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ MKP ഷുക്കൂർ, E പ്രമോദ്, KV ഷീന, K സതീഷ് കുമാർ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. LDF കുഞ്ഞിമംഗലം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് റാലി സംഘടിപ്പിച്ചു. ആണ്ടാംകോവിലിൽ നടന്ന പൊതുയോഗം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. LDF കുഞ്ഞിമംഗലം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലി സംഘടിപ്പിച്ചു. കണ്ടംകുളങ്ങരയും തെക്കുംപാടും കേന്ദ്രീകരിച്ച് ആണ്ടാംകോവിലേക്ക് നടന്ന റാലിയിൽ നിരവധി പേർ അണിനിരന്നു. പൊതുയോഗം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. പക്ഷെ 2016 ഒരു പ്രത്യേകത, 5 വർഷം ഭരിച്ചപ്പോൾ ആ ഭരണത്തിൻ്റെ മികവും ആ ഭരണത്തിൻ്റെ നേട്ടങ്ങളും അനുഭവിച്ചറിഞ്ഞ ജനങ്ങൾ 2021 ഇടതുപക്ഷത്തെ വീണ്ടും ഭരണമേൽപ്പിച്ചു. അതും വോട്ടിലും സീറ്റിലും വർധനവ് നൽകി. പറയുന്നത് പ്രവർത്തിക്കുന്നവരാണ് ഇടതുപക്ഷമെന്നും അതിന്റെ പ്രധാന ഉദാഹരണമാണ് അതിദാരിദ്ര്യമുക്ത കേരളമെന്നും MV ജയരാജൻ പറഞ്ഞു. LDF നേതാക്കളായ TK ഗോവിന്ദൻ, M വിജിൻ MLA, K പത്മനാഭൻ, KK ജയപ്രകാശ്, B വിനോദ്, ജിതേഷ് കണ്ണപുരം, TV ചന്ദ്രശേഖരൻ, KV വാസു, M ശ്രീജിത്ത്, LDF ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. തിരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിക്കുമ്പോൾ പയ്യന്നൂർ നഗരസഭ 16-ാം വാർഡ് കണ്ടോത്ത് അമ്മയ്ക്കെതിരെ വിമത സ്ഥാനാർത്ഥിയായി മകൾ മത്സരിക്കുന്നു എന്ന വാർത്ത മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. വാസ്തവം അന്വേഷിച്ചെത്തിയ നെറ്റ്വർക്ക് ന്യൂസിനോട് നിജസ്ഥിതി വിശദീകരിക്കുകയാണ് ഈ അമ്മയും മകളും. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ കണ്ടോത്ത് 16-ാം വാർഡിൽ നിന്നും ഒരു വ്യത്യസ്തമായ വാർത്തയാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. ലതാ നാരായണനും അതുപോലെ മകൾ ആത്മജയുമാണ് നമ്മുടെ കൂടെയുള്ളത്. ഇവർ രണ്ടുപേരും ഇവിടെ മത്സരിക്കുകയാണ്. ഒരാൾ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായും മറ്റൊരാൾ വിമതയായും മത്സരിക്കുകയാണ്. എന്താണ് ആ ഒരു വിശേഷം? ഐക്യമുന്നണി സ്ഥാനാർത്ഥിയായി ലതാ നാരായണൻ എന്ന ഞാൻ മാത്രമാണ്
16-ാം വാർഡ് കണ്ടോത്ത് മത്സരിക്കുന്നത്. എൻ്റെ മകളുടേത് ഞാൻ ഡെമ്മി സ്ഥാനാർത്ഥിയായിട്ട് കൊടുത്തതാണ്. അത് പിൻവലിക്കാതിരുന്നത് മനഃപൂർവ്വം തന്നെയാണ്. കാരണം നമുക്ക് ബൂത്തിൽ പ്രശ്നബാധിത ബൂത്താണ് ഞങ്ങളുടേത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കുമ്പോൾ എൻ്റെ ഭർത്താവിന് അടി കിട്ടുകയും അപ്പോൾ ബൂത്ത് ഏജൻ്റായിട്ട് ആരാണോ ഇരിക്കുന്നത് അവരെ അടിക്കുക എന്നതാണ് ഇവരുടെ മെയിൻ ഉദ്ദേശം. അപ്പോൾ ഞാൻ ഒരു ഏജൻറ്റിനെ കൂടി ഇരുത്താൻ വേണ്ടിയിട്ടാണ് മകളുടെ ഡെമ്മി സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാതിരുന്നത്. ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു ഏജൻറ്റ് മാത്രമേ ബൂത്തിലിരിക്കാൻ പറ്റൂ. അപ്പോൾ രണ്ടാൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം നമ്മൾ ഡെമ്മി സ്ഥാനാർത്ഥി പിൻവലിക്കാതിരുന്നതാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് കേൾക്കുന്നൊരു വാർത്ത എന്ന് വെച്ചാൽ അമ്മയുടെ വിമതയായിട്ട് ഞാൻ മത്സരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് വന്നത്. ഇന്ന് രാവിലെ പത്രക്കട്ടിങ്ങിലൂടെ ഞാനും കാണാനിടയായിട്ടുള്ളത്. ഔദ്യോഗികമായിട്ട് പാർട്ടി നിയോഗിച്ച സ്ഥാനാർത്ഥി എന്ന് പറയുന്ന അമ്മ തന്നെയാണ്. അതുകൊണ്ട് അമ്മയ്ക്കെതിരായിട്ടോ പാർട്ടിക്കെതിരായിട്ടോ ഒരിക്കലും ഞാൻ വിമതയെ മത്സരിക്കുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായുള്ള തിരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ മനസ്സിലാവും വളരെ അധികം അക്രമാസക്തമായ ഒരു ബൂത്താണ് ഞങ്ങളുടേത്. അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ ഒരു ബൂത്തിലൊരു ഏജന്റിനെ ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു ഏജന്റിനാണ് ബൂത്തിലിരിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇങ്ങനൊരു അക്രമസക്തമായ ഒരു ബൂത്തിൽ ഇങ്ങനെ സംഘർഷം നടക്കുന്ന സാഹചര്യത്തിൽ അമ്മയ്ക്ക് പിന്തുണയായിട്ട് ഒരാൾ കൂടി ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇങ്ങനൊരു ഇത് പിൻവലിക്കാതിരുന്നത്. ഞാൻ ഒരിക്കലും ഒരു വിമത സ്ഥാനാർത്ഥിയല്ല. അമ്മയുടെ കൂടെ ഇപ്പോൾ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് അന്ന് തൊട്ട് അമ്മയുടെ സോഷ്യൽ മീഡിയയിലായാലും എല്ലാ തരത്തിലും അമ്മയ്ക്ക് സഹായമായിട്ട് കൂടെ തന്നെ ഞാനുണ്ട്. അപ്പോൾ ഇപ്പൊ പ്രചരണത്തിലും അമ്മയുടെ കൂടെ തന്നെ ഉണ്ടല്ലേ? ഉണ്ട്. ഇന്നിപ്പോൾ രാവിലെ തൊട്ടേ ഞങ്ങൾ സ്ലിപ്പ് എഴുതുന്നതും കൊടുക്കാനുള്ള തിരക്കിലൊക്കെയാണ്. അതിനിടെയാണ് ഇങ്ങനെ ഒരു തെറ്റായ വാർത്ത പ്രചരിക്കുന്നു എന്ന് ആൾക്കാർ വന്ന് ചോദിക്കുന്നുണ്ട് എന്താ സംഭവം എന്നൊക്കെ. സത്യത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളില്ല. അപ്പോൾ എന്തായാലും ഇന്ന് മാധ്യമങ്ങളിലൂടെ വന്ന ഒരു വാർത്തയാണ് അമ്മയ്ക്കെതിരെ വിമതിയായി മകൾ മത്സരിക്കുകയാണെന്നുള്ളത്. അതിൻ്റെ സത്യാവസ്ഥയാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും രണ്ടുപേർക്കും ഭാവങ്ങൾ ആശംസിക്കുകയാണ്. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ. UDF പയ്യന്നൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനമുന്നേറ്റ ജാഥ സംഘടിപ്പിച്ചു. കോറം നോർത്തിൽ നിന്നും ആരംഭിച്ച ജാഥ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. സമസ്ത മേഖലയിലും അഴിമതിയും കെടുകാര്യസ്ഥതയും മുഖമുദ്രയാക്കിയ ഇടതുമുന്നണിയുടെ പയ്യന്നൂർ നഗരസഭാ ഭരണം അവസാനിപ്പിക്കാൻ ജനാധിപത്യ വിശ്വാസികൾ മുന്നോട്ട് വരണമെന്ന് അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ആവശ്യപ്പെട്ടു. പൗരന്റെ മൗലിക സ്വാതന്ത്ര്യത്തിന് പോലും വില കൽപ്പിക്കാത്ത പിണറായി ഭരണത്തിലുള്ള കനത്ത തിരിച്ചടിയായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാധാരണഗതിക്ക് കേരളത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ. കഴിഞ്ഞ പ്രാവശ്യം മാത്രമാണ് മാറ്റമുണ്ടായത്. 2016 അധികാരത്തിൽ വന്നു. 2020 തിരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്കും കോവിഡ് വന്നു. കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർക്കും പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം വന്നു. പിണറായി വിജയനെ കാണാം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഹപ്രവർത്തകന്മാർ ഡിവൈഎഫ്ഐക്കാർ വീടുകളിൽ സന്നദ്ധ സേവനവുമായി ഒഫീഷ്യൽ വർക്കുമായി മുമ്പോട്ട് പോയി. ജനങ്ങൾ തെറ്റിദ്ധരിച്ചു. അവർ വീണ്ടും പിണറായി വിജയനെ അധികാരത്തിൽ. UDF ചെയർമാൻ A. രൂപേഷ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി AP നാരായണൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K. ജയരാജ്, UDF കൺവീനർ VK ഷാഫി, M. പ്രദീപ് കുമാർ, പ്രശാന്ത് കോറം, TV പുഷ്പ, മുരളി പള്ളത്ത്, സ്ഥാനാർത്ഥികളായ K. പ്രേമൻ, KV രാജീവൻ, അർജുൻ കോറം എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ഭക്തിയുടെ നിറവിൽ രാമപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രഥംവലി. ഉത്തര കേരളത്തിൽ അപൂർവമായി കണ്ടുവരുന്ന രഥംവലിയിൽ നാടിന്റെ നാനാഭാഗത്തു നിന്നുള്ളവർ പങ്കാളികളായി. പഴയങ്ങാടി രാമപുരം മഹാവിഷ്ണു ക്ഷേത്ര കൊടിയേറ്റ രഥോത്സവത്തിന്റെ ഭാഗമായി നടന്ന രഥംവലിയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. തേക്കിൻതടിയിൽ തീർത്ത രഥത്തിന് 12 അടി ഉയരവും 2 ടണ്ണോളം ഭാരവുമുണ്ട്. അഷ്ടകോണാകൃതിയിലുള്ള രഥം 4 ചക്രങ്ങളുള്ള പ്ലാറ്റ്ഫോമിൽ ഘടിപ്പിച്ചതാണ്. ഇതിൽ ദശാവതാരങ്ങളും ഗണപതി, വിഷ്ണു, ശിവൻ, പാർവതി, ലക്ഷ്മി എന്നീ രൂപങ്ങളും കൊത്തിയിട്ടുണ്ട്. 3 ദിവസത്തെ വ്രതശുദ്ധിയോടെ സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും പങ്കെടുക്കാവുന്ന രഥംവലിയിൽ നാടിന്റെ നാനാഭാഗത്തു നിന്നുള്ളവർ പങ്കാളികളായി.
രഥം വലിയുടെ അവസാന ഘട്ടത്തിൽ കനകവർഷവുമുണ്ടായി. രഥത്തിൽ നിന്ന് പൂക്കളും നാണയങ്ങളും വർഷിച്ചു. രഥം വലിയുടെ ഭക്തിസാന്ദ്രമായ കാഴ്ചയാണിത്. ശനിയാഴ്ച വൈകിട്ട് കേളി, പല്ലക്കെഴുന്നള്ളിപ്പ് എന്നിവയുമുണ്ടാകും. ഞായറാഴ്ച രാവിലെ 9-ന് ക്ഷേത്രക്കുളത്തിൽ ആറാട്ട്, തുടർന്ന് കൊടിയിറക്കൽ. ആറാട്ട് സദ്യയോടെ ഉത്സവം സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ആചാരപ്പെരുമയിൽ തൃക്കരിപ്പൂർ കൊയോങ്കര പയ്യക്കാൽ ഭഗവതി ക്ഷേത്രത്തിലെ തെയ്യങ്ങൾ ചങ്ങാടത്തിലേറി കൗവായിക്കായൽ കടന്ന് ഇടയിലക്കാട് കാവിൽ നർത്തനം ചെയ്തു. തുള്ളിയുറഞ്ഞെത്തിയ വെളിച്ചപ്പാടുകൾ ചങ്ങാടമേറിയപ്പോൾ കായലിലും കരയിലും ഭക്തജനക്കൂട്ടം ആരവമിട്ടു. കൊയോങ്കര പയ്യക്കാൽ ഭഗവതി ക്ഷേത്രത്തിലെ പാട്ടുത്സവത്തിന്റെ 4ാം ദിനത്തിലാണ് മനോഹരവും അത്യപൂർവവുമായ തെയ്യാട്ട കാഴ്ച നടന്നത്. ആരൂഢസ്ഥാനമായ വലിയ പറമ്പിലെ ഇടയിലേക്കാട് കാവിലേക്കുള്ള എഴുന്നള്ളത്ത് പൗരാണിക പെരുമയ്ക്ക് ചന്തം ചാർത്തുന്നതാണ്. 4ാം പാട്ടിലെ ഉത്സവ ചടങ്ങുകളാണ് ഇടയിലേക്കാട് കാവിൽ നടന്നത്. രാവിലെ വിവിധ ചടങ്ങുകൾക്ക് ശേഷം വാദ്യമേളങ്ങളുടെയും പരിവാരങ്ങളുടെയും അകമ്പടിയിൽ പട്ടുമേലാപ്പിന് കീഴെ വാളും പരിചയമേന്തി വെളിച്ചപ്പാടുകൾ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു. പൂച്ചോൽ പടിഞ്ഞാറേ വയൽഭാഗത്ത് കല്ലിൽ മഞ്ഞൾ കുറിയിട്ട് വെളിച്ചപ്പാടുകൾ ദർശനം കയ്യേറ്റു. വാളും ചിലമ്പും കിലുങ്ങിയാടിയതോടെ പരിവാരങ്ങളുടെ ആരവത്തോടെ പേക്കടം പാലക്കോവലിലെത്തി. വെളിച്ചപ്പാടുകളുടെ എഴുന്നള്ളത്തിനെ ആചാരസ്ഥാനികർ കുറുവാപ്പള്ളി അറയിലേക്ക് ഉപചാരപൂർവ്വം സ്വീകരിച്ചു. പയ്യക്കാൽ ഭഗവതിയുടെ ഓലക്കുട മതിലിന് പുറത്തും ആയിറ്റി ഭഗവതിയുടെ ഓലക്കുട മതിലിനകത്തും പ്രവേശിച്ചു. പയ്യക്കാലിൽ നിന്ന് എഴുന്നള്ളിച്ചെത്തിയ ആടയാഭരണങ്ങളുടെ ചെമ്പുവട്ട ആയിറ്റി ഭഗവതിയുടെ സന്നിധിയിൽ വച്ചു. സ്ഥാനികർ ഉപചാരം ചൊല്ലിയതിനു ശേഷം 2 ഛത്രങ്ങളും എഴുന്നള്ളത്തും പടിഞ്ഞാറെ നടയിലൂടെ ആയിറ്റിക്കാവ് ലക്ഷ്യത്തിൽ ഗമിച്ചു. ആയിറ്റിക്കാവിലേക്ക് പോകാതിരിക്കാൻ കുറുവാപ്പള്ളി അറയിലെ കൂട്ടുവായ്ക്കാരും വാലിക്കാരും വെളിച്ചപ്പാടുകളെ ആയിറ്റി മട്ടയ്ക്ക് സമീപം അയ്യംവള്ളി കെട്ടി തടുത്തു നിർത്തി. ആയിറ്റി ഭഗവതി ആയിറ്റിക്കാവിൽ പ്രവേശിച്ചാൽ തിരിച്ചു വരില്ലെന്ന തെയ്യാട്ട ചരിത്രമുണ്ട്. അയ്യംവള്ളി കെട്ടി തടഞ്ഞത് ഇതുകൊണ്ടാണ്. ഇതോടെ മണൽപ്പരപ്പിലൂടെ ആയിറ്റിക്കടവിനെ ലക്ഷ്യമാക്കി വെളിച്ചപ്പാടുകൾ ഓടിയെടുത്തു. 2 വള്ളങ്ങൾ ചേർത്ത് കെട്ടിയ ചങ്ങാടത്തിൽ മേളക്കൊഴുപ്പിൽ തുള്ളിയുറഞ്ഞെത്തിയ വെളിച്ചപ്പാടുകളും പരിവാരങ്ങളും കായൽ കടന്നു. ഭഗവതി മരക്കല്ലമേറി വന്നതിന്റെ പുനരാവിഷ്കാരമായ ഈ ചടങ്ങ് ഭക്തരെ ആവേശത്തിലേറ്റി. വളയനാട് ഭഗവതിയും ക്ഷേത്രപാലകനും വാഴുന്ന ഇടയിലേക്കാട് കാവിൽ ചങ്ങാടമിറങ്ങിയ വെളിച്ചപ്പാടുകൾ അരങ്ങിലെത്തി. കണിശന്മാരുടെ മരക്കലപ്പാട്ടിന് ശേഷം ദേവീദേവന്മാർ കാവിനെ വലം വെച്ച് നടനമാടി. ഇടയിലേക്കാട് കാവിലെ ചടങ്ങുകൾക്ക് ശേഷം തിരിച്ചെഴുന്നള്ളി. കുറുവാപ്പള്ളി അറയിൽ സ്ഥാനികരും ഭക്തരും വരവേറ്റ് ദേവീദേവന്മാരെ പള്ളിപ്പീഠത്തിലിരുത്തി ആദരിച്ചു. വഴിയിൽ കാത്തുനിന്ന ഭക്തർക്ക് അനുഗ്രഹം പകർന്നാണ് എഴുന്നള്ളത്ത് പയ്യക്കാൽ ഭഗവതി ക്ഷേത്രത്തിൽ തിരികെ പ്രവേശിച്ചത്. 6 ദിവസം നീണ്ട പാട്ടുത്സവം ഞായറാഴ്ച ഇളനീരാട്ടം, കളത്തിലരി, എഴുന്നള്ളത്ത്, അരങ്ങപറിക്കൽ ചടങ്ങുകളോടെ സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സമൂഹത്തിന്റെ നാനാമേഖലയിലും ഇടപെടുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് മാത്തിൽ കുറുവേലിയിലെ നാരായണൻ മാസ്റ്റർ എന്ന നാരായണൻ പുതുമന. അധ്യാപകൻ, അനൗൺസർ, കർഷകൻ, സംഘാടകൻ എന്നിങ്ങനെ ഒട്ടേറെ വിശേഷണങ്ങൾ നാരായണൻ മാസ്റ്റർക്ക് ഇണങ്ങും. കഴിവുകളുണ്ടായിട്ടും തിരിച്ചറിയപ്പെടാതെ പോകുന്ന അനേകം വ്യക്തിത്വങ്ങളുണ്ട് നമുക്ക് ചുറ്റും. എന്തിൻ്റെയെങ്കിലും ഭാഗഭാക്കായില്ലെങ്കിൽ ഇത്തരക്കാർ അന്യവൽക്കരിക്കപ്പെട്ടു പോകും. ഇത്തരത്തിലൊരു വ്യക്തിത്വത്തിനുടമയാണ് മാത്തിൽ കുറുവേലിയിലെ നാരായണൻ പുതുമന എന്ന നാരായണൻ മാസ്റ്റർ. 3 പതിറ്റാണ്ടിലേറെയായി സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ അടയാളപ്പെടുത്തിയ വ്യക്തിത്വത്തിനുടമയാണ് ഇദ്ദേഹം. അധ്യാപകൻ, അനൗൺസർ, സാഹിത്യസ്നേഹി, കർഷകൻ എന്നിങ്ങനെ ഒട്ടേറെ വിശേഷണങ്ങൾ ചാർത്തിക്കൊടുക്കുവാനുണ്ട് ഇദ്ദേഹത്തിന്. അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ച കാലം മുതൽ ഇദ്ദേഹം സൗജന്യമായി അനൗൺസറുടെ ജോലി ചെയ്തു വരുന്നു. വിദ്യാലയങ്ങളിൽ, പഞ്ചായത്തുകളിൽ, സാഹിത്യോത്സവങ്ങളിൽ, കലാമേളകളിൽ പലയിടങ്ങളിലും ഇദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൻ്റെ സൗകുമാര്യ സാന്നിധ്യം നമുക്ക് കേൾക്കാം. ഇന്ത്യയിൽ മറ്റെവിടെയുമില്ലെന്ന സത്യം ിരിക്കുമ്പോൾ തന്നെ ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ ലോകോത്തര നിലവാരത്തിലാണ്. 30 വർഷമായി അനൗൺസ്മെന്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ശബ്ദ കലാരംഗത്ത് നമ്മുടെ നാട്ടിലെ വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ നാട്ടിലെ ക്ലബ്ബുകൾ, അതുപോലെ തന്നെ വായനശാലകൾ, ഉത്സവം നടക്കുന്ന സ്ഥലങ്ങളിൽ ഇവിടെയൊക്കെ അനൗൺസ്മെന്റ് ചെറിയ മുതൽ ആരംഭിച്ചു. ഇവിടെ ഞാൻ തന്നെ എഴുതിയിട്ട് ഞാൻ തന്നെ അനൗൺസ്മെന്റ് ചെയ്യുന്നൊരു രീതിയാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ എഴുതുക എന്നുള്ളത് ഞാൻ ഇങ്ങനെ അറിയാതെ എഴുതി ഞാൻ ഒരു എഴുതുന്ന ആളാണ്, ഞാൻ അനൗൺസ്മെന്റ് ചെയ്യുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായി വരികയാണ് ഉണ്ടായത്. സ്വന്തമായി തന്നെ എഴുതിയുണ്ടാക്കിയാണ് അനൗൺസ് ചെയ്യുന്നത്. ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇദ്ദേഹത്തിൻ്റെ സാമൂഹ്യ വിമർശനങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും ചലനങ്ങൾ കാണാം.
ഇവിടെ നിന്നും കടന്ന് കാർഷിക മേഖലയിലേക്കും ഒഴുകിപ്പരക്കുന്നു നാരായണൻ പുതുമനിയുടെ പ്രവർത്തനങ്ങൾ. മാത്തിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജൈവ കർഷക കൂട്ടായ്മയുടെ കൺവീനറാണ് മികച്ചൊരു കർഷകൻ കൂടിയായ നാരായണൻ മാസ്റ്റർ. പയ്യന്നൂർ ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ സജീവ പ്രവർത്തകനാണ് വർഷങ്ങളായി ഇദ്ദേഹം. കുറിക്കുകൊള്ളുന്ന നിരവധി കുഞ്ഞു കവിതകളും ഇദ്ദേഹത്തിൻ്റെതായുണ്ട്. കുറുവേലി അരുണോദയ കലാസമിതിയുടെ നേതൃനിരയിൽ പ്രവർത്തിച്ചിരുന്ന ഇദ്ദേഹം കുഞ്ഞികൃഷ്ണൻ നമ്പീശൻ സ്മാരക വായനശാലയുടെ സജീവ പ്രവർത്തകൻ കൂടിയാണ്. സമൂഹത്തിൻ്റെ നാനാമണ്ഡലങ്ങളിൽ പടർന്നു പരക്കുന്ന നാരായണൻ മാസ്റ്ററുടെ ജീവിതം കാലം അടയാളപ്പെടുത്തുക തന്നെ ചെയ്യും. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. പയ്യന്നൂർ ഫയർ സ്റ്റേഷനിൽ സിവിൽ ഡിഫൻസ് ഹോംഗാർഡ് റൈസിംഗ് ദിനവും അന്താരാഷ്ട്ര സിവിൽ ഡിഫൻസ് ദിനവും സമുചിതമായി ആചരിച്ചു. സ്റ്റേഷൻ ഓഫീസർ CP രാജേഷ് പതാക ഉയർത്തി ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഡിസംബർ 6 നാഷണൽ സിവിൽ ഡിഫൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നു. അതുപോലെ ഹോംഗാർഡ്സ് ആൻഡ് സിവിൽ ഡിഫൻസ് റൈസിംഗ് ഡേ ഡിസംബർ 6 സമൂഹത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഹോംഗാർഡ്സ് സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർക്ക് ഈ ഒരു ദിനം ആശംസകൾ നേരുന്നു. സ്റ്റേഷനിൽ പതാക ഉയർത്തി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത് പയ്യന്നൂർ ഫയർ സ്റ്റേഷനിൽ സിവിൽ ഡിഫൻസ് ഹോംഗാർഡ് റൈസിംഗ് ദിനവും അന്താരാഷ്ട്ര സിവിൽ ഡിഫൻസ് ദിനവും സമുചിതമായി ആചരിച്ചു. സ്റ്റേഷൻ ഓഫീസർ CP രാജേഷ് പതാക ഉയർത്തി ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് അംഗങ്ങൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ദിനാചരണ സന്ദേശത്തിന്റെ സമൂഹ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സിവിൽ ഡിഫൻസും ഹോംഗാർഡ് സംവിധാനവും വഹിക്കുന്ന നിർണായക പങ്കിനെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ, തീപിടുത്തങ്ങൾ, രക്ഷാപ്രവർത്തനങ്ങൾ, പൊതുസുരക്ഷാ പരിശീലനങ്ങൾ എന്നിവയിൽ സിവിൽ ഡിഫൻസ് പ്രവർത്തകരുടെ ഇടപെടൽ സമൂഹത്തിന് വലിയ സഹായമാണെന്നും ബോധവൽക്കരണവും പരിശീലനവും മുഖേന അടിയന്തര സാഹചര്യങ്ങളെ ഫലപ്രദമായി നേരിടാനാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ചടങ്ങിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ P. വിജയൻ, സിവിൽ ഡിഫൻസ് ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡൻ TV. സൂരജ് എന്നിവർ പങ്കെടുത്തു. ദിനാചരണത്തിന്റെ ഭാഗമായി പങ്കെടുത്തവർക്ക് മധുരം വിതരണം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ശബ്ദമുഖരിതമായ ലോക്സഭാ നടപടികൾ സ്പീക്കർ നിയന്ത്രിക്കുന്നതും ചോദ്യവേളകളിൽ പ്ലീസ് പ്ലീസ് എന്ന അഭ്യർത്ഥനയുമായി സ്പീക്കറുടെ ഇടപെടലും ഉൾപ്പെടുന്ന ബാലപാർലമെന്റിന് തൃക്കരിപ്പൂർ ITയിൽ തുടക്കമായി. കാസർഗോഡ് ജില്ലാ കുടുംബശ്രീ മിഷൻ ബാലസഭാ നേതൃത്വത്തിലാണ് 2 ദിവസങ്ങളിലായി ജില്ലാ ബാലപാർലമെന്റ് നടന്നുവരുന്നത്. IT കടവ് റിസോർട്ടിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് പുലിക്കോട് ബാലപാർലമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ കിഷോർ കുമാർ അധ്യക്ഷത വഹിച്ചു. ബാലസഭ സംസ്ഥാന റിസോഴ്സ് പേഴ്സൺ വിജയകുമാർ പനയാൽ, പരിശീലകൻ P. മുരളീധരൻ എന്നിവരാണ് ബാലപാർലമെന്റിനെ നയിക്കുന്നത്. സാമൂഹ്യനീതി, ശിശുക്ഷേമം, പരിസ്ഥിതി സംരക്ഷണം, കലാകായിക, സാംസ്കാരിക വിഷയങ്ങളിലെല്ലാം അംഗങ്ങൾ ബാലപാർലമെന്റിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചു. മന്ത്രിമാർ മറുപടി നൽകി. 1-ാം ദിവസം ഭരണഘടന, പാർലമെന്റ് ചരിത്രം, പ്രാധാന്യം, നടപടിക്രമങ്ങൾ എന്നിവയെക്കുറിച്ച് 1 മണിക്കൂർ ലഘുവിവരണം നടന്നു. തൃക്കരിപ്പൂർ CDS അധ്യക്ഷ M. മാലതി, ജില്ലാ മിഷൻ മുൻ കോർഡിനേറ്റർ ഡോക്ടർ M. K. രാജശേഖരൻ, കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ S. മനു, ബ്ലോക്ക് കോർഡിനേറ്റർ PP. അഖിൽ, ജില്ലാ പ്രോഗ്രാം മാനേജർ P. രത്നേഷ്, ബ്ലോക്ക് കോർഡിനേറ്റർ KR. കാവ്യ എന്നിവർ സംസാരിച്ചു. ആദ്യ ദിനം ആനന്ദ് പേക്കടം, മഞ്ഞുരുകിത്തീരലിൽ പുള്ളർ മാഷും അവതരിപ്പിച്ചു. നാടക നടൻ വിനോദ് ആലന്തട്ടയുടെ നേതൃത്വത്തിൽ കലാ സാംസ്കാരിക പരിപാടികൾ നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. LDF ചെറുകുന്ന പഞ്ചായത്ത് കമ്മിറ്റി കൊവ്വപ്പുറത്ത് തിരഞ്ഞെടുപ്പ് പൊതുയോഗം സംഘടിപ്പിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം TV. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ കർണാടകത്തിൽ KC വേണുഗോപാലിന്റെ സംരക്ഷണത്തിൽ സുരക്ഷിതനാണെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം TV. രാജേഷ് പറഞ്ഞു. ചെറുകുന്ന് പഞ്ചായത്ത് കമ്മിറ്റി കൊവ്വപ്പുറത്ത് സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ അമ്മമാരുടെ കണ്ണീരിൽ കോൺഗ്രസ് കത്തിച്ചാമ്പലാകുന്ന തെരഞ്ഞെടുപ്പാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇപ്പൊ എവിടെയാ രാഹുൽ മാങ്കൂട്ടം? കർണാടകത്തിലാണ്. കോൺഗ്രസ് പുറത്താക്കി, പക്ഷേ കോൺഗ്രസ് സർക്കാർ സംരക്ഷിക്കുകയാണ് കർണാടകത്തിൽ. കർണാടകവുമായി ആർക്കാ ബന്ധം? KC വേണുഗോപാലിന്. ചിന്തിച്ചാൽ നമുക്കറിയാം, അതിന് നമുക്ക് ഉത്തരം കിട്ടും, ഇല്ലേ? വിവേകമുള്ളവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ കർണാടകത്തിലാണ് സുരക്ഷിതമായ സ്ഥാനം ഒരുക്കിയിരിക്കുന്നത്. അവിടെ ആരാ ഭരിക്കുന്നത്? കോൺഗ്രസ് ആണ്. ഇതുപോലെ ഒരു നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നേരത്തെയൊക്കെ നമുക്കറിയാം, യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിലെ തിരുത്തൽ ശക്തിയായിരുന്നു, ഇല്ലേ? തിരുത്തൽവാദികൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? തിരുത്തൽവാദികളെ കുറിച്ച് യൂത്ത് കോൺഗ്രസ് ഒരു കാലത്ത് മൂത്ത കോൺഗ്രസിനെ തിരുത്തുന്ന സംഘടനയായിരുന്നു. T. ഗോവിന്ദൻ, രേഷ്മ പരാഗൻ, സന്തോഷ് CBK, TK ദിവാകരൻ, K. ഗണേശൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.
യൂറിയ ക്ഷാമം കർഷകർ ദുരിതത്തിൽ. പാടങ്ങളിൽ കൃഷി നടക്കുന്ന സമയത്ത് യൂറിയയുടെ ക്ഷാമം കർഷകരെ വലിയ തോതിൽ ബാധിക്കും. ഇതോടെ ഏക്കർ കണക്കിന് പാടശേഖരങ്ങളിൽ നെൽകൃഷി ചെയ്യുന്ന കർഷകർ ദുരിതമനുഭവിക്കുകയാണ്. പാടശേഖരങ്ങളിൽ ഇത് നെൽകൃഷിയുടെ കാലം. കൃഷിക്കാവശ്യമായ പ്രധാന വളമായ യൂറിയയും മറ്റും ലഭിക്കാതെ കർഷകർ നട്ടം തിരിയുന്നു. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ പ്രവർത്തിക്കുന്ന അംഗീകൃത വളം ഡിപ്പോകളിൽ എവിടെയും യൂറിയ ലഭിക്കുന്നില്ല. ഇതോടെ ഏക്കർ കണക്കിന് പാടശേഖരങ്ങളിൽ നെൽകൃഷി ചെയ്യുന്ന കർഷകർ ദുരിതമനുഭവിക്കുകയാണ്. കഴിഞ്ഞ 2 മാസത്തോളമായി യൂറിയ ക്ഷാമം അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഇപ്പോൾ ചില്ലറ വിൽപ്പനയായിട്ട് പോലും യൂറിയ ലഭിക്കുന്നില്ല. സബ്സിഡി വളമായി നൽകുന്ന യൂറിയ കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടെയാണ് വിതരണം ചെയ്യുന്നത്. സംസ്ഥാന സർക്കാർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ വിതരണം നടക്കുക. നെൽകൃഷി വേളയിൽ തന്നെ അംഗീകൃത വളം ഡിപ്പോകളിൽ യൂറിയ ഉണ്ടോ എന്ന് പരിശോധിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകേണ്ടത് ബന്ധപ്പെട്ട കൃഷിവകുപ്പാണ്. ഇതിനായി അംഗീകൃത വളം ഡിപ്പോകളുടെ മേൽനോട്ടം വഹിക്കുന്ന കൃഷി ഓഫീസർമാർ വളം ഡിപ്പോകളിൽ പരിശോധന നടത്തി സബ്സിഡി വളങ്ങൾ ഉണ്ടോ എന്ന് വിലയിരുത്തി കൃഷിവകുപ്പിന് നൽകണം. എന്നാൽ വളം ഡിപ്പോകളിൽ യൂറിയ ഇല്ലാതായിട്ട് മാസങ്ങളായി. അതേസമയം അംഗീകൃത വളം ഡിപ്പോകളിലല്ലാത്ത ചിലയിടങ്ങളിൽ യൂറിയ ലഭ്യമാണെന്നും അറിയുന്നു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി പരിഹാരം കാണേണ്ടതുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കാലാവസ്ഥാ വ്യതിയാനത്തിൽ കാർഷിക മേഖല തളരുമ്പോൾ അതിനെ അതിജീവിച്ച് കാർഷിക മേഖലയ്ക്ക് ഇരട്ടടി നൽകുകയാണ് അധിനിവേശ സസ്യങ്ങൾ. അതിവേഗം പടരുന്ന ഇവ നമ്മുടെ പാതയോരങ്ങളിലും പറമ്പിലും പാടശേഖരങ്ങളിലും വരെ വ്യാപിച്ചു കഴിഞ്ഞു. മണ്ണിന്റെ ഘടനയെ തന്നെ മാറ്റി നാടിന്റെ തനിമയെയും കാർഷിക മേഖലയെയും തളർത്തുന്നതിൽ അധിനിവേശ സസ്യങ്ങൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. ഇവ നാടെന്നോ നഗരമെന്നോ നോക്കാതെ പടർന്നു പന്തലിക്കുകയാണ്. ആകർഷകമായ മഞ്ഞപ്പൂക്കളോട് കൂടിയ നിലത്ത് വളരുന്ന ഒരു അധിനിവേശ സസ്യമാണ് സിംഗപ്പൂർ ഡെയ്സി എന്ന കമ്മൽപ്പൂവ്. അമേരിക്കൻ സ്വദേശിയായ ഇവ പൊതുവെ ഈർപ്പമുള്ള വയലോരങ്ങളിലും തോടരികിലും റോഡരികിലുമെല്ലാം സമൃദ്ധമായി വളരുന്നു. വളരെ വേഗത്തിൽ ഏത് സമ്മർദ്ദത്തെയും അതിജീവിച്ച് പടർന്നു വളർന്ന് മറ്റ് സസ്യങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തും. ഇവയുടെ വേരുകൾ പുറപ്പെടുവിക്കുന്ന അലിലോപതിക് എന്ന രാസവസ്തുക്കൾ മറ്റ് തദ്ദേശീയ സസ്യങ്ങളുടെ വിത്തുകൾ മുളയ്ക്കുന്നത് തടയുന്നു. ഇവ വളരുന്നയിടങ്ങളിൽ സാധാരണയായി മറ്റ് ചെടികൾ കാണാറില്ല. പല ഔഷധ സസ്യങ്ങളും അപ്രത്യക്ഷമാകുന്നതിന് ഇതുമൊരു പ്രധാന കാരണമാണെന്നും മണ്ണിന്റെ ഘടനയെ തന്നെ ഇവ മാറ്റിമറിക്കുമെന്നും പരിസ്ഥിതി പ്രവർത്തക സുസ്മിത ചന്ദ്രൻ പറയുന്നു. നമ്മുടെ നാട്ടിൽ എവിടെ ഏത് റോഡ് സൈഡിലും ഏത് പോസ്റ്റിൻ്റെ മുകളിൽ പോയാൽ നിങ്ങൾ ധൃതരാഷ്ട്ര പച്ച എന്ന കമ്മ്യൂണിസ്റ്റ് പച്ചയോട് സാദൃശ്യമുള്ള വള്ളിച്ചെടിയാണ്. പണ്ടത് ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെ പൂത്തിരുന്നത്. ഇപ്പോൾ അത് എല്ലാ സമയവും കണിക്കുന്ന പോലെ എല്ലാ സമയം പൂക്കുകയാണ്. മാത്രമല്ല 20,000 മുതൽ 40,000 വരെ വിത്തുകൾ ഒരു ചെടിയിൽ നിന്ന് മാത്രം ഉണ്ടാകുന്നുണ്ട്. നമ്മളെ വീട്ടിൻ്റെ അടുത്ത് ഒരു തെങ്ങിനെ ഒരു വർഷം കൊണ്ട് ഒരു തെങ്ങിനെ കംപ്ലീറ്റ് മൂടിയിട്ട് അത് വേരോടെ പിഴുതുമാറ്റി കമ്പോസ്റ്റായി ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിന്റെ വളർച്ച തടയാവുന്നതാണ്. ഇവ വളരുന്നയിടങ്ങളിൽ ബർമുഡ പുല്ല് വച്ചുപിടിപ്പിക്കുന്നതും ഒരു പരിധിവരെ ഇവയെ നിയന്ത്രിക്കാൻ സാധിക്കും. ലോകത്തിലെ ഏറ്റവും പ്രശ്നക്കാരായ 100 സസ്യങ്ങളിലൊന്നാണ് ധൃതരാഷ്ട്ര പച്ച. ഇപ്പോൾ എവിടെ നോക്കിയാലും ഇവയുടെ ധാരാളിത്തം കാണാം. 24 മണിക്കൂറിനുള്ളിൽ 80 മുതൽ 90 മില്ലിമീറ്റർ വരെ വളർന്ന് ഒരു ചെടിയിൽ നിന്ന് 20,000 മുതൽ 40,000 വരെ വിത്തുകൾ ഉൽപ്പാദിപ്പിച്ച് വംശവർദ്ധനവ് നടത്തും. ഇവയെ വേരോടെ പിഴുതുമാറ്റുകയോ കത്തിച്ചു കളയുകയോ വേണം. ലോകത്ത് നടക്കുന്ന ജൈവ വൈവിധ്യത്തിന്റെ 16.2% അധിനിവേശ സസ്യമാണെന്ന് 2023 പഠനങ്ങൾ വ്യക്തമാക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മാട്ടൂൽ ഡിവിഷൻ UDF സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മാട്ടൂൽ ഡിവിഷൻ സ്ഥാനാർത്ഥി SKP സക്കറിയയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം UDF വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. എരിപുരം, ഏഴോമൂല, നെരുവമ്പ്രം, വെങ്ങര, വെള്ളച്ചാൽ, മുട്ടംബസാർ, BV റോഡ് തുടങ്ങി നിരവധി കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. AP ബദറുദ്ദീൻ, NG സുനിൽ പ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ജ്വലന സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ LDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്ന മുദ്രാവാക്യവുമായി പാട്ടുവണ്ടി പര്യടനം നടത്തി. വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി പാട്ടുവണ്ടി പയ്യന്നൂർ ടൗണിൽ സമാപിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജ്വലന സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ജനപക്ഷ വികസനത്തിന് LDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്ന മുദ്രാവാക്യവുമായി പാട്ടുവണ്ടി പര്യടനം നടത്തി. S ജ്യോതി, ചാന്ദിനി, ബോബി സുരേഷ്, സജിനിയൻ V, ഷിനി, ശ്രീലത എന്നിവരടങ്ങിയ ഗായക സംഘമാണ് പാട്ടുവണ്ടി നയിച്ചത്.
പാട്ടുവണ്ടി വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി പയ്യന്നൂർ ടൗണിൽ സമാപിച്ചു. സമാപന സമ്മേളനം TA മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇന്ന് രാവിലെ മുതൽ ജ്വലന സാംസ്കാരിക വേദിയും നമ്മുടെ പയ്യന്നൂരിലെ അഭിമാനമായിട്ടുള്ള മഹിളാ പ്രസ്ഥാനവും കരുവള്ളൂർ പെരളം പഞ്ചായത്തിലും പയ്യന്നൂർ നഗരസഭയിലും രാമന്തലിയുടെ മേഖലയിലുമെല്ലാം ജനങ്ങളെ പാട്ടുകൊണ്ട് ആശയവൽക്കരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ഈ പയ്യന്നൂർ ബസ് സ്റ്റാൻഡിൽ അതിൻ്റെ പര്യടനം അവസാനിപ്പിക്കുന്നു. ഇനിയുള്ള കുറച്ച് മണിക്കൂറാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിനായി നമ്മുടെ മുന്നിലുള്ളത്. KV ലളിത, P ശ്യാമള, K ശ്യാമള, സുജ PV, KR സരളാഭായ്, M വനജ, KM സുലോചന ടീച്ചർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പാണപ്പുഴ കച്ചേരിക്കടവിലെ ജയയ്ക്ക് മാതമംഗലം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വീൽചെയർ നൽകി. കൂട്ടായ്മ രക്ഷാധികാരി രമേശൻ ഹരിത വീൽചെയർ കൈമാറി. ജന്മന അസുഖബാധിതയായ പാണപ്പുഴ കച്ചേരിക്കടവിലെ ജയയ്ക്ക് മാതമംഗലം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വീൽചെയർ നൽകി. കൂട്ടായ്മ രക്ഷാധികാരി രമേശൻ ഹരിത ജയയുടെ വീട്ടിലെത്തി വീൽചെയർ കുടുംബത്തിന് കൈമാറി. കമ്പിപ്പാലത്തിന് സമീപമുള്ള ജയ എന്ന് പറഞ്ഞ സഹോദരിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മാതമംഗലം കൂട്ടായ്മയുടെ പയ്യന്നൂർ സുജ ഡോക്ടർ കെയർ ഓഫിലാണ് നമുക്ക് ഈ വീൽ ചെയർ കിട്ടുകയും മാതമംഗലം കൂട്ടായ്മയുടെ പ്രവർത്തന ഫലമായിട്ടാണ് നമ്മൾ ഈ വീൽ ചെയർ ഈ വീട്ടിൽ കൊണ്ടു കൊടുത്തിട്ടുള്ളത്. KV മനീഷ്, ബൈജു പാണപ്പുഴ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.